രാജ്യത്ത് അനുഭവപ്പെടുന്ന കടുത്ത പാചകവാതക ക്ഷാമം ട്രെയിനുകളിലെ ഭക്ഷണ വിതരണത്തെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി IRCTC. ഗ്യാസ് ക്ഷാമം ഇനിയും രൂക്ഷമായാൽ ട്രെയിനുകളിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചേക്കും. ഇറാൻ-ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്ന കടുത്ത പാചകവാതക ക്ഷാമം ട്രെയിനുകളിലെ ഭക്ഷണ വിതരണത്തെയും ബാധിക്കാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പുമായാണ് ഇപ്പം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ എത്തുന്നത്. പ്രതിദിനം 17 ലക്ഷത്തോളം ഭക്ഷണപ്പൊതികളാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭക്ഷണ വിതരണ വിഭാഗമായ IRCTC വിതരണം ചെയ്യാറുള്ളത്. പാചകവാതക ലഭ്യത കുറഞ്ഞതോടെ ഭക്ഷണ ലഭ്യത ഉറപ്പാക്കുന്നതിൽ IRCTC കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. IRCTCയുടെ പ്രധാന അടുക്കളകളുടെ പ്രവർത്തനത്തെ പാചകവാതക ക്ഷാമവും ബാധിച്ചു കഴിഞ്ഞു. ഗ്യാസ് ക്ഷാമം ഇനിയും രൂക്ഷമായാൽ ട്രെയിനുകളിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരമൊരു സാഹചര്യം വന്നാൽ ടിക്കറ്റിനൊപ്പം ഭക്ഷണത്തിനായി മുൻകൂട്ടി പണമടച്ച യാത്രക്കാർക്ക് ആ തുക തിരികെ നൽകാനാണ് റെയിൽവേയുടെ തീരുമാനം. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലെ ഭക്ഷണശാലകളോടും IRCTC അടുക്കളകളോടും ഗ്യാസിന് പകരം മറ്റ് ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുംബൈ അടക്കമുള്ള പശ്ചിമ മേഖലയിലെ സ്റ്റേഷനുകളിൽ ഭക്ഷണശാലകളോട് മൈക്രോവേവ് ഓവനുകളിലേക്കും ഇൻഡക്ഷൻ കുക്കറുകളിലേക്കും മാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് തടസ്സമില്ലാതെ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞാലും പാചകം മുടങ്ങാതിരിക്കാൻ വൈദ്യുതി അടുപ്പുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. പാകം ചെയ്ത ഭക്ഷണത്തോടൊപ്പം തന്നെ പെട്ടെന്ന് കഴിക്കാവുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണ സാധനങ്ങളുടെ മതിയായ ശേഖരം കരുതണമെന്നും IRCTC കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗ്യാസ് വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന ഏത് തടസ്സത്തെയും നേരിടാനുള്ള ഓപ്ഷനുകൾ മുന്നിൽ കണ്ട് തയ്യാറെടുക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.